ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനയോടെയും സ്നേഹത്തോടെയും നേരുകയാണ്. ഒപ്പം കടന്നു വരുന്ന പുതുവത്സരം എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1 യോഹന്നാൻ 4:9 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമ്മുടെ ഇടയിൽ വെളിപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു ദിനത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഈശോയെ തൻ്റെ അനന്ത പരിപാലനയാൽ ഈ ലോകത്തിലേക്ക് അയച്ചു, മാനവരാശിയെ മുഴുവൻ രക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് അയച്ച ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാൻ നമുക്ക് ആകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 6:38 ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ്: തൻ്റെ ഏകജാതൻ്റെ കുരിശുമരണവും പീഡാസഹനവും ഉത്ഥാനവും വഴി മാനവരക്ഷത്തെ മുഴുവൻ രക്ഷയിലേക്ക് നയിക്കുകയാണ്. ആ രക്ഷ പ്രാപിക്കാനായിട്ട് നമുക്ക് പരിപൂർണമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 7:21 നമ്മളോട് ഇപ്രകാരം പറയുന്നു: കർത്താവേ കർത്താവേ എന്നോട് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ ക്രിസ്മസ് തിരുനാളിൽ നമുക്ക് വിചിന്തനം ചെയ്യാം. നമ്മൾ ചെല്ലുന്ന അനുദിനം പല ആവർത്തിക്കുന്ന സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന പ്രാർത്ഥന എത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ഒന്നും ആകസ്മികമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നവരല്ല എന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാകാൻ അവിടുത്തെ അനന്ത കാരുണ്യത്താൽ ഈ ലോകത്തിലേക്ക് പ്രത്യേക ദൗത്യമായി അയക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോയെപ്പോലെ തന്നെ അവൻ്റെ ആ രക്ഷാകര പദ്ധതി ഭാഗമാക്കുവാൻ നമ്മളെ ദൈവം അയച്ച നിയോഗങ്ങൾക്കനുസരിച്ച് അവൻ്റെ ഹിതമനുസരിച്ച് ഓരോ നിമിഷവും ജീവിക്കുന്നത് വഴിയാണ് നമ്മൾ ഈ രക്ഷ സ്വന്തമാക്കുന്നത് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് വിചിന്തനം ചെയ്യാം. ദൈവത്തിൻ്റെ എന്നെക്കുറിച്ചുള്ള പദ്ധതിയെക്കുറിച്ച് ഞാൻ എപ്പോഴെങ്കിലും വിചിന്തനം ചെയ്യാറുണ്ട്. ആ പദ്ധതിക്കനുസരിച്ചാണോ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ പരിശോധിക്കാറുണ്ട്. അല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ ആ പദ്ധതിയോട് ചേർന്ന് മുന്നോട്ട് പോകാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ് വചനവും കൂദാശകളും വചനപ്രഘോഷണവും ഒക്കെ. വചനത്തിൻ്റെ ധ്യാനങ്ങൾ ദൈവത്തിൻ്റെ സ്വരം ശ്രമിക്കാനുള്ള നിമിഷങ്ങളാണ്. ആ ദൈവത്തിൻ്റെ സ്വരം ശ്രമിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് മാറും. നമ്മളായിരിക്കുന്ന കുടുംബം, നമ്മളായിരിക്കുന്ന സമൂഹം, നമ്മളായിരിക്കുന്ന ജോലിസ്ഥലങ്ങൾ, നമ്മളായിരിക്കുന്ന സഭാ സമൂഹങ്ങൾ, ഇടവകൾ, നമ്മളെല്ലായിടത്തും നമ്മുടെ സാന്നിധ്യം ദൈവഹിതപ്രകാരമാകുമ്പോൾ അവിടെ നമ്മുടെ സാന്നിധ്യം അനുഗ്രഹപ്രദമായിട്ട് മാറും. നമ്മുടെ കണ്ണുകൾ ദൈവം ആഗ്രഹിക്കുന്നവ കാണുവാനും, നമ്മുടെ നാവ് ദൈവം ആഗ്രഹിക്കുന്നവ പറയുവാനും, നമ്മുടെ കൈകൾ ദൈവം ആഗ്രഹിക്കുന്നവ ചെയ്യുവാനും, നമ്മുടെ പാദങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് കടന്നു ചെല്ലാനും ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം പരിപൂർണമായിട്ട് പൂർത്തിയാക്കി ഈ ലോകത്ത് നിന്ന് പിതാവായ ദൈവത്തിൻ്റെക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതി ഉണ്ട് എന്ന് തിരിച്ചറിയണം. ആ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാണെന്ന് നാം തിരിച്ചറിയട്ടെ. അങ്ങനെ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ആ വേളയിൽ നമുക്ക് വിചിന്തനം ചെയ്യാം: എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം ഈ ദൈവഹിതപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്, അതോ എൻ്റെ പദ്ധതി പ്രകാരമാണോ? എൻ്റെ പദ്ധതി പ്രകാരമാണെങ്കിൽ അവ നല്ല അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ ദൈവഹിതം അനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.